ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞെരുക്കങ്ങളും സഹനങ്ങളും ഏറെയുള്ള നമ്മുടെ ഈ ജീവിതയാത്രയിൽ കർത്താവേ, നീ കൂടെ കാണണേ എന്ന് പ്രാർത്ഥിച്ച് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശു വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തന്നിടണമേ തിരുഹിതം അറിയുവാൻ ഹൃദയമുണരുകയായി ഈശോനാഥായൻ രാജാവാൻ ആത്മാവിൽ വാ ആന്തരികാനന്ദം നീ എന്നിൽ ഏകോവേഗം ചിന്തകളും ചെയ്തികളും നിർമ്മലമാക്കാൻ ദൈവഭയം എൻ മനസ്സിൽ നിത്യവുമേകാൻ മറ്റെവിടെ ഇന്നിനി ഞാൻ ആശ്രയം തേടിയിടും ഈശോനാഥായൻ രാജാവാൻ ആത്മാവിൽ വാ ആന്തരികാനന്ദം നീ എന്നിൽ ഏകോവേഗം. 38 സങ്കീർത്തനം 21-22 വാക്യങ്ങൾ. കർത്താവേ, എന്നെ കൈവിടരുതേ. എൻ്റെ ദൈവമേ, എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ. എൻ്റെ രക്ഷകനായ കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. 38 സങ്കീർത്തനം വളരെ പണ്ടു മുതലേ സഭയുടെ അനുതാപ സങ്കീർത്തനമാണ്. തൻ്റെ സഹനത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ശാരീരികമായി തളർന്ന് വൈകാരികമായി തകർക്കപ്പെട്ട ആത്മീയ ഭാരം പേറി ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് 38 സങ്കീർത്തനം. എന്നിട്ടും ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം, വേദന എടുത്തു മാറ്റണേ എന്നല്ല ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ദാവീദിൻ്റെ ഏറ്റവും വലിയ ഭയം ദൈവത്തിൻ്റെ അസാന്നിധ്യം അനുഭവിക്കേണ്ടി വരുമോ എന്നതാണ്. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, എന്നെ കൈവിടരുത്, എന്നിൽ നിന്ന് അകന്നിരിക്കരുത്. അത് വിശ്വാസത്തിൻ്റെ സംശയമല്ല, വിശ്വാസത്തിലുള്ള സംശയമല്ല. ദാവീദിനറിയാം, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഏത് സഹനത്തെയും അതിജീവിക്കാൻ കഴിയുമെന്ന്. എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എന്ന ദാവീദിൻ്റെ നിലവിളി വേദപുസ്തകത്തിൽ ആകമാനം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് മിശിഹ മനുഷ്യരുടെ സഹനത്തിലേക്ക് പ്രവേശിച്ചത്, കുരിശ് ഏറ്റെടുത്തത്. ഇനി ആരും ഒറ്റയ്ക്ക് സഹിക്കരുത്, സഹിക്കുന്നവരുടെ കൂടെ മിശിഹ തമ്പുരാനുണ്ട്. ദാവീദിൻ്റെ ഒടുവിലത്തെ ആ നിലവിളി, എൻ്റെ സഹായത്തിന് വേഗം വരണമേ എന്ന നിലവിളി ദൈവത്തിൻ്റെ സമയത്തിലുള്ള ദാവീദിൻ്റെ വിശ്വാസമാണ്. കൃത്യസമയത്ത് അവൻ ഇടപെടും. അത് സഹായങ്ങൾ വൈകുമ്പോഴും കർത്താവിൻ്റെ സമയത്ത് അവൻ ഇടപെടുമെന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ വെളിപ്പെടുത്തൽ കൂടിയാണ്. നമ്മളും ഭാരങ്ങളേറെ ചുമക്കുന്നുണ്ട്. ചിലർക്ക് അത് രോഗങ്ങളാണ്, ചിലർക്കത് കുടുംബത്തിലെ സ്ട്രഗിൾസാണ്, ഫിനാൻഷ്യൽ ബേർഡൻസ് ഉണ്ട്, ഏകാന്തതയുണ്ട്, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളുണ്ട്, മറ്റാരും കാണാതെ നമ്മൾ പൊഴിക്കുന്ന കണ്ണുനീരുണ്ട്. അത്തരം സഹനങ്ങളുടെ നടുവിൽ നമ്മളിൽ നിന്നുയരുന്ന സ്വാഭാവിക പ്രാർത്ഥന, കർത്താവേ,
ഈ സഹനത്തെ എടുത്ത് മാറ്റണമേ എന്നാണ്. പക്ഷേ കുറെ കൂടെ ശ്രേഷ്ഠമായ ഒന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്ത് നടന്നാലും എന്നെ കൈവിടരുതേ, എന്നിൽ നിന്ന് അകന്നു പോകരുതേ. ദൈവം വാഗ്ദാനം ചെയ്തത് കുരിശില്ലാത്തൊരു ജീവിതമല്ല. ദൈവം വാഗ്ദാനം ചെയ്തത് യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന്. സാന്നിധ്യമാണ് വാഗ്ദാനം, സഹനമില്ലായ്മയല്ല. അതുകൊണ്ട് ഏറ്റവും വലിയ ദുരന്തം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സഹനമല്ല, മറിച്ച് ദൈവത്തെ കൂടാതെയുള്ള സഹനമാണ്. സഹനമുഖത്ത് കർത്താവിൻ്റെ കരം പിടിക്കാൻ മറക്കരുതേ. എമ്മാവൂസിലേക്ക് നിരാശയോടെ നടന്നകന്ന ശിഷ്യന്മാരെ ഓർക്കണേ. അവരുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളൊന്നും മാറിയില്ല, പക്ഷേ അവർ തിരിച്ചു നടന്നത് പ്രത്യാശയോടെയാണ്. നിരാശയോടെ നടന്നവർ സാഹചര്യങ്ങൾക്കൊന്നും ഒരു മാറ്റവും വരാത്തപ്പോഴും പ്രത്യാശയോടെ തിരികെ ജെറുസലേമിലേക്ക് നടക്കുന്നു. എന്താ കാര്യം? എൻകൗണ്ടർ. മിശിഹായെ കണ്ടു, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളിൽ വരുത്തുന്ന വ്യത്യാസം അതാണ്. അന്ന് എമ്മാവൂസിൽ അവരുടെ ചാരത്ത് നടന്നവൻ നമ്മുടെയും ചാരത്ത് നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായെ, ജീവിതം ഏറെ ഭാരമായി മാറുമ്പോൾ, എൻ്റെ ഹൃദയം തളർന്നു പോകുമ്പോൾ, സങ്കീർത്തകൻ്റെ പ്രാർത്ഥന ഞാനും ഇന്ന് ആവർത്തിക്കുന്നു. കർത്താവേ, എന്നെ കൈവിടരുതേ, എൻ്റെ ദൈവമേ, എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ. ഞാൻ ബലഹീനനാണെന്ന് എനിക്ക് തോന്നുമ്പോൾ എൻ്റെ ശക്തിയാകണേ. ഞാൻ ഭയപ്പെടുമ്പോൾ എൻ്റെ ധൈര്യമാകണേ. മുന്നോട്ട് നോക്കാൻ കാഴ്ചയില്ലാതാകുമ്പോൾ എൻ്റെ വഴികളിൽ നീ വെളിച്ചമാകണേ. കർത്താവേ, ഒരു സഹനവും എന്നെ നിന്നിൽ നിന്ന് അകറ്റാതിരിക്കാൻ നീ എന്നെ പൊതിഞ്ഞു പിടിക്കണേ. ഈശോയെ, ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.